ആ ഓത്ത് 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 കാല് കാല് പാല് പാല് കാല് പാല് പാല് കാല്. അന്മാന്റെ ആളാടാ. സരസു പഴയ പേരോട് തിരിച്ചു വരും സരസു. അത് ജിമ്മു ഇത് തമ്മിൽ കമ്പയർ ചെയ്യില്ല ഗൈസ്. നമ്മൾ വല്ലപ്പോഴും ഉള്ളു കേട്ടോ. പണ്ടൊക്കെ അടിച്ചോണ്ടിരുന്നത് കുറച്ച് സന്തോഷത്തിന് വേണ്ടിട്ടായിരുന്നു. ഇപ്പൊ കുറച്ച് സമാധാനത്തിന് വേണ്ടിയാ. ദാറ്റ്സ് ദി ഡിഫറൻസ്. ഹലോ ഹലോ, നിനക്കെന്ത് സമാധാനം കുറവ്? സമാധാനം ഉണ്ട്. ഇപ്പം ഒരു സമാധാനം കുറവില്ല. ഇപ്പൊ സമാധാനം അല്ലേ ഉള്ളു പറയുന്നേ. നമ്മളെ പറ്റിയാണോ പറഞ്ഞേ? ഞാനവിടെ 2 DC 2 റീല് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് മാസം കേട്ടോ. വന്നിട്ടില്ലേ? അളിയാ ഓ എടാ ശരി, അതെ നമുക്ക് റിയാക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് പഠിക്കുന്നേ. ആ ഞാനും ഒന്ന് പഠിക്കട്ടെ എങ്ങനെയാന്ന്. ആ ഓക്കെ അളിയാ. ഞാൻ നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ടേ കാണാ. ഇതാണ് ഇപ്പൊ ട്രെൻഡ് ഇതാണ്. നമുക്ക് ട്രെൻഡിൽ തന്നെ തുടങ്ങാം അളിയാ. കാല് പാല് തല വാല് കാല് പാല്, അതല്ലേ ഇത് വാലല്ലേ തലയല്ലേ? കാല് പാല് തല വാല് കാല്. അത് ഇത്ര പെട്ടെന്ന് പോയടാ. പെട്ടെന്ന് പറയണം. ഓ പെട്ടെന്ന് പറയടാ. തല അല്ല ലാലാണ് കേട്ടോ. ലാലാണ് കേട്ടാ. ലാലാണല്ലേ? ഓ കാല് പാല് ലാല് വാല് കാല് പാല് ലാല് വാല്. ആ ലാല് പാല് കാല് പാല് ലാല് പാല് കാല് കാല്. ആ ഓത്ത് 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 ഓത്ത്. ലാല് കാല് പാല് വാല് കാല് പാല് വാല് കാല്. പാല് വാല് വാല് കാല് കാല് ലാല് ലാല് ലാല്. അവസാനം വെച്ച് പോയല്ലേടാ. പഠിച്ചേ പേരൂടെ പറയട്ടെ. ആർട്ടിസ്റ്റ് പ്രണവാനു ബ്രോ. വിഷയം നമ്മള് ഇതുപോലെ റിയാക്ടിങ് നമ്മൾ തുടങ്ങുവാണ്. അപ്പൊ അതിപ്പോ നമ്മൾ ഈ റിയാക്ടിങ് ചില കണ്ട രീതിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അതിങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളു. മാൻമാന്റെ ആളാടാ. പാർട്ടിക്കാര് ചിരിക്കല്ലേ ഇവിടെ ചാച്ചിനെ വിജയ് ഫാൻസ് വിളിക്കാൻ തുടങ്ങി ചീത്ത. ഓക്കെ ഇത് ജിമ്മാണേ ജിമ്മറിയിലാണേ. ഇത് നെവർ സ്കിപ്പ് യുവർ ആംസ് ഡേ. ഇതേ അളിയാ. എന്തിത് ആടാ. അവന്റെ ബോഡി നോക്കളിയാ. അവന്റെ തല നോക്ക്. ഇതേയാണ്. ഇവൻ മറ്റേ റീലൊക്കെ ഇടുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഈ കയ്യാണ്. ഇതെന്താ ഹനുമാന്റെ ഗതയാ? അല്ലെന്നാ ഇതേയല്ലേ? മസിൽ പിടിക്കുന്ന വീഡിയോ എടുത്ത് അവൻ നാളെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇടും ആണല്ലേ? സീരിയസ് ഇത് ഇവന് നല്ല ബോഡി ഉണ്ടോ ഇവന്? ഇതേടാ. ഇത് ചുമ്മാ അവൻ ഫൺ കണ്ടന്റ് ആയിട്ട് ഇട്ടെന്ന് തോന്നുന്നു. ആണ്ടാ ആണ്. പക്ഷെ ഇവൻ വിഷയമാണ് ഇവന്റെ ബോഡി. എടാ നമ്മുടെ എന്നെ പോലെ ഇരുന്നൊരു പയ്യനാണ്. ഇവന്റെ ബോഡി കാണണം ഇപ്പം. ഇവൻ വിഷയം ഇത് ഈ പരുവം നോക്കി. ഇത് ഇപ്പോഴും ഇവനെ പോലെ തന്നെ ഇരിക്കുന്ന കേട്ടാളിയാ. ഇവിടെ നീ ഇരിക്കുന്നത് ഇവനെ പോലെ കേട്ടാ. ആ ഇതേ ആയിരിക്കും. പക്ഷെ ഇവൻ വിഷയമാണ്. നമ്മൾ ഭാവിയുണ്ട് കേട്ടോളിയാ. റീൽസിന്റെ ഭാവിയുണ്ട് നമുക്ക് കേട്ടോ. നമുക്ക് റിയാക്ടിങ് ഭാവിയുണ്ട് കേട്ടോ. തെറിവിളി തുടങ്ങി. ബോറാണ് നിർത്തട. പ്ലേറ്റ് തിരിച്ച് സെൻസേഷണൽ ടോപ്പിക്കാണ് മനസ്സിലായി നമ്മളിപ്പോ ചെയ്യുന്നത്. എന്നുവെച്ചാൽ എപ്പോഴാണ് വിവാദമാവാം നമ്മൾ ചെയ്യുന്നത്. ഇത് കൊള്ളാം കേട്ടാ. ഇതൊക്കെ നമുക്കും പറ്റും. ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്. ഇത് ഇങ്ങനെയുള്ള ഇതിലോട്ട് കണ്ടന്റ് ഒന്ന് എടുത്തേ. 4 പേര് ഓടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ.
ദൈവം വരുന്നു. ഇപ്പൊ പുറകെ നിൽക്കുന്ന ഇവൻ ഓടിപ്പോവാണ്, ഇവൻ വെടിവെക്കുന്നില്ല, അടിക്കുന്നില്ല, ഇവിടെ അടിക്കുന്നില്ല അവൻ. അത് കഴിഞ്ഞാ ബാക്കി രണ്ടുപേരും എന്നിട്ട് ഇത് ഇവൻ റോൾ ചെയ്ത് ഇവൻ വേറെ അങ്ങോട്ട് പോയി. ഇത് ഇവന്മാര് മൈൻഡേ ചെയ്യുന്നില്ല. ഇവനെ കൊന്നത് മാത്രം നമ്മൾ കറക്റ്റ്. ഇത് ഇവന്മാര് വേറെ എങ്ങോട്ട് പോയി ഇതേ. എന്നിട്ട് ഇവൻ ഇപ്പോഴും ഓടുവാണ്, ഇവ ഓട്ടം നിർത്തിയില്ല. പിന്നെ ഇവന്റെ എയിം ചെയ്ത് ഇങ്ങനെ വെക്കുന്നത്, ഇപ്പൊ വെടിവെക്കുക സ്നൈപ്പർ, നീ അവനെ അടിച്ച ഉടനെ ഞാൻ ഇപ്പൊ വെടിവെക്കുക എന്ന് പറഞ്ഞ ഇവൻ നിൽക്കുന്നത് ഇവൻ. എന്നിട്ട് ഇത് ഇവന് ഓട്ടം നിന്നില്ല, ഇപ്പോഴും ഇപ്പോഴും ഓട്ടം നിന്നില്ല. ഇവപ്പോഴും സ്ക്രിപ്റ്റാണ്, പക്കാ സ്ക്രിപ്റ്റാണ്. ഇതൊക്കെ പറ്റൂല. അപ്പോഴും അടിച്ചില്ല. എന്താടാ ഒരാള് ചാവാൻ നോക്കി നിൽക്കുന്നാടാ. അപ്പോഴത്തെ ഓട്ടമാണ്. മറ്റവൻ ഇപ്പോഴും വെടിവെച്ചോണ്ടിരിക്ക, മറ്റവൻ ഇപ്പോഴാണ് വെടിവെക്കാൻ തുടങ്ങിയ. ബാക്കി വെടിവെക്കുന്ന സ്ഥലം കണ്ടോ, ഇവൻ ഇവിടെ നിൽക്കുന്ന, അവൻ നേരെ മറ്റവൻ നിർത്തി, വെടി നിർത്തി. അല്ല, ഇതൊക്കെ കണ്ടോണ്ടെങ്കിൽ ഒരു കഥാനായകനെ കാണിച്ചു ബാക്കില്. ഇത്ര നേരം അവനവിടെ എന്ത് അയ്യോ എടാ, എന്തൊരു പറയാനാളിയാ. എടാ ഈ ഓപ്പോസിറ്റ് ഒക്കെ, ഇത് ഓപ്പോസിറ്റ് അടിച്ച ആരാണ്? ഇത് ഇത്ര ഒരു ഗതിയിട്ട് ഓപ്പോസിറ്റ് ആരാണ് കേസ് അടിച്ചത്? TJ ആണ്. അപ്പൊ സ്ക്രിപ്റ്റ് അല്ലടാ പോയി. അപ്പൊ സ്ക്രിപ്റ്റ് അല്ല, ഇത് കഴിവുകേടാ. സോറി നമ്മള് വിചാരിച്ചത് വേറെ ആരല്ലോ, അത് സ്ക്രിപ്റ്റാ. വേറെ എന്തെങ്കിലും സെൻസേഷണൽ ടോപ്പിക് ഒന്ന് ഇതിലുണ്ടോ? ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മെയിൻ പരിപാടി എന്തിനും പറഞ്ഞ കരയോടാ. എന്റെ ഫ്രണ്ടിൽ കരഞ്ഞു, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ ഫ്രണ്ടിൽ കരഞ്ഞ കൊച്ചു. നാളെ ലൈവ് ഇട്ട് കണ്ണാപ്പി ഇതൊക്കെ ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞത് കോൺട്രവേഴ്സി ആയി. ഇവനാണ് യഥാർത്ഥ. ഇനി ഇവൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ആ കൊച്ചിനെ നോക്കണ്ട, ഇനി ഇവനെ നോക്കണേ, ഇവനെ നോക്കണേ. എന്തൊക്കെ പറഞ്ഞാലും അവൻ വന്നനെ. ഇതിപ്പോ അവന്റെ കയ്യിൽ നിന്ന് പോയെന്ന് അവന് മനസ്സിലായി, അവന്റെ കയ്യിൽ നിന്ന് പോയത്. അതുകൊണ്ടാണ് വിട്ടു പോയത്. പക്ഷെ നീ നോക്കി കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും വരും. ആ രീതിയിൽ മൈൻഡ് ആക്കണ്ട വിട്ടാൽ മതി, ചുമ്മാ മൈൻഡ് ആക്കിയിട്ടില്ല. പെൺപടയൊക്കെ ഒന്നിച്ചേട്ടാ. കേറാൻ പറ്റുന്നില്ല, അതാ നീ ലോക്ക് ചെയ്തേക്കോ, വണ്ടിയിൽ അൺലോക്ക് പോട്ടെ. ശരി. കണ്ട ഇത്ര ഈ ഡിസ്റ്റൻസ് എത്തണം, ഈ ഡിസ്റ്റൻസ് എത്തിയാലും പറയും. ഞാൻ ഓടിയത് മനസ്സിൽ ഇങ്ങനെയാണ് വണ്ടി ചുമ്മാതാണ് എനിക്ക് ഇറങ്ങാൻ പറ്റാണെങ്കിൽ കുറെ നേരം ഇറങ്ങാൻ നോക്കുന്നു. എനിക്ക് ആ സാധനത്തിന് കണ്ണെടുത്താൽ കണ്ടില്ല, അതുകൊണ്ടാണ് എന്റെ കയ്യിൽ നിന്ന് പോകാണെന്നല്ലോ. പിന്നെ ഒരു പെണ്ണ് കരയുമ്പോഴത്തേക്ക് ഇത് വേറെ മറ്റേ ടീന അന്ന് സരസ്വന്ന് വിളിച്ചില്ല. ഇവള് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാലേ നമ്മുടെ കയ്യിൽ നിന്ന് പോകാണെന്നല്ല, നമ്മള് മര്യാദക്കാണ് മനസ്സിലായത് എല്ലായിടത്തും സംസാരിച്ചിട്ടുള്ളത്. ഒരു ലിമിറ്റ് അല്ലാതെ ആർപിയുടെ ബേസിൽ തന്നെ അവരായിട്ട് ചൊറിഞ്ഞിട്ടുള്ളത്, മനസ്സിലായ? ആർപിയുടെ ബേസിലാണ് സംസാരിച്ചിട്ടുള്ളത്, അല്ലാതെ അവരുടെ അടുത്ത് ഒന്നും സംസാരിക്കുന്നില്ല. പിന്നെ അതിൻ്റെ അകത്ത് കിടന്ന് കരയുമ്പോഴത്തേക്ക് ഒരു മനസാക്ഷി കൊണ്ടിട്ടാണ്. പണ്ടൊക്കെ എന്റെ ഫ്രണ്ട് കിടന്ന് കരയാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല, മനസ്സിലായി? ഇപ്പൊ എനിക്ക് കുറച്ചേരം മനസ്സിലായി കരഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വലിയ ഇതൊന്നും ഇല്ല. നമ്മൾ ഓ അതാ മറ്റേ പയ്യനാരാ ബ്ലാക്ക് മാഫിയയിലുള്ള ഇവരുടെ കൂടെ ഇറങ്ങണ എല്ലാരും ബ്ലാക്ക് മാഫിയയിലുള്ള ഇത് കണ്ടേ ബ്ലാക്ക് അന്നൈതറിനോട് ഇറങ്ങുന്ന നമ്മുടെ ബ്ലാക്ക് മാഫിയ ഉള്ള, അതാ വിട്ടത്. പക്ഷെ ഈ ആ മറ്റേ പറഞ്ഞവൻ ബ്ലാക്ക് മാഫിയ ഉള്ള, അവൻ ബ്ലാക്ക് മാഫിയ ഒന്നുമില്ല. ആർപി അത് കളിക്കറിയാത്തൊരു കയറരുത്, ഇങ്ങോട്ട് വരരുത്, ദൈവത്തെ ഓർത്ത്. ബാക്കിയുള്ളവർക്ക് അതൊരു ഉപദ്രവം പോലെയാണ്, മനസ്സിലായോ? എന്ന് വെച്ചാൽ അല്ലെ ഇമോഷനിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർപി വരാവുള്ളൂ. കാരണം ഇതിന്റെ ഭയങ്കര ട്രിഗറിങ് ആണ്. ഇത് ട്രിഗർ ആവും, ഇത് ആൾക്കാർ കളിക്കുമ്പോൾ ട്രിഗർ ആവും. ഇമോഷനിൽ ഇച്ചിരി പാടായിട്ടുള്ളവര് വരരുത്, അല്ലേടാ അളിയാ? അപ്പൊ പറയണ നമ്മുടെ അടുത്ത് വരരുത് ആദ്യമേ പറയാം കേട്ടാ. ഈ സീസണാണ്. നമുക്കത് കഴിഞ്ഞില്ലേ?
VCZ. കണ്ണാവിന്റെ ഡിസ്കൗണ്ട് ലിങ്ക് ഒന്ന് തരും. എടാ നാളെ തൊട്ട് ട്രോൾസ് ഇടണേടാ കൂട്ടാ. നാളെ തൊട്ട് നമ്മള് ബോബ നാളെ തൊട്ട് റിയാക്ട് ചെയ്യേ. എന്റെ ട്രോൾസ് നീ റിയാക്ട് ചെയ്തോ. അത് കഴിഞ്ഞിട്ട് ഞാൻ 7 മണിക്ക് വരുമ്പോ അതിന്റെ ബാക്കി റിയാക്ട് ചെയ്യും. ഓക്കെ കേട്ടാ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ സ്നൈപ്പായിട്ട് 1v1 കളിക്കും. ധൈര്യമില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാ. KV ജോണി അവൻ RP നിർത്തി പെർമനന്റ് ആയിട്ട്. ആ പ്രാങ്കാണ്. അത് നമ്മളെ നിന്നെ വിളിച്ചില്ലായിരുന്നോളിയാ? അവനെ വിളിച്ചാൽ അത് ചുമ്മാണ്. അത് പുള്ളി എന്റെ തലക്ക് മൊത്തത്തിൽ വെച്ചോ. എന്നെ അവനെ വിളിച്ചായിരുന്നു. അത് ചുമ്മാ കുറച്ച് നാളത്തേക്ക് ഉള്ളു. 2-3 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വരും. അടുത്ത കൊണ്ടുവരാ ചേട്ടാ പോയി. പുള്ളി വിളിച്ചു പോലും ഇല്ല ഞങ്ങളെ. പുള്ളി ഞാൻ ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പുള്ളി വിളിച്ചു പോലും ഇല്ലേ. അത് ചുമ്മാ ഇടയ്ക്കൊരു ബ്രേക്ക് വല്ലതും എടുത്തേരെങ്കിൽ. പുള്ളി എന്തൊക്കെ പ്രശ്നങ്ങളാ ഇവിടെ. അളയോ സിറ്റിയാ ഇച്ച വരുമ്പോ ഒന്ന് വിളിക്കണേ. ശരി ഞാനൊന്ന് കുളിച്ചെന്ന് ഇച്ച വരുമ്പോട്ട് ഒന്ന് റെഡി ആയി നിക്കട്ടെ. ഓക്കെ തുടങ്ങല്ലേ? ഞാൻ വരും. ഓമ്പിക്കണം. പെയ്യ മതി. ശരി. ഗ്യാങ് ഫണ്ട് കളക്ഷൻ വേണ്ട 2-ാം തീയതി. ഹലോ ഹലോ സുഖാണോ? ഓ സുഖായിട്ടിരിക്കുന്നു. കണ്ണാപ്പിക്ക് സുഖാണോ? ഇതാരാ ബോയ് ഫ്രണ്ടാ? അല്ലേ? ലോറ എവിടെ? കണ്ണാപ്പി ലോറ ഫ്രണ്ട് അല്ലേ? സിമന്റ് ലോറി എടുക്കാൻ പോയി. മാറി ഡെയിലി മാറ്റും. അപ്പാർട്ട്മെന്റ് മറ്റേ അടുത്ത് കളഞ്ഞ ഇവിടെ सरसू आपका नाम क्या है? सरसू अल्ली सारा जॉन मैथ्यू कुर्शिंगल. सारा जॉन मैथ्यू എടീ മലയാളി. So sorry, like I don't understand Malayalam. എടീ സരസമ്മേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ബാക്കിയുള്ളവരോടെ? നീ എന്താ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചേ? സരസു സരസമ്മേ ഇത് ഇവളുടെ വീട് കിള്ളിപ്പാളത്തിന്റെ സൈഡിലായിട്ടാ. ഓ സരസു പഴയ പേരിലോട്ട് തിരിച്ചു വരും. സരസമ്മ സരസു എന്താണ് സരസു ഇത് ഇംഗ്ലീഷൊക്കെ? സരസു നിന്നെ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാതെയാണ് സരസു. വെറുതെ എന്തിനാണ് ബാക്കിയുള്ളവരോട് ഇംഗ്ലീഷ് പറഞ്ഞത്? സരസു കിള്ളിപ്പാലത്തിന്റെ ഇടത്തെ സൈഡിലുള്ള വീട് തിരിച്ചല്ലേടി? അവള് വന്നേക്ക് നമ്മള്. നീങ്ങി വന്നേ സരസിങ് വന്നേ. ആ അപ്പൊ നിനക്കറിയാം ഇങ്ങ വന്നേന്ന് പറഞ്ഞാ വരാനായിട്ടല്ലേ? അപ്പൊ നിനക്കറിയാം. സാറാ ജോണെ എനിക്ക് നിന്നെ അറിയാം. ഇവന് മുമ്പേ അവന്മാരുടെ അടുത്ത് ഷോ ഇറക്കുന്നതിന് എന്റെ അടുത്തൊന്ന് ഷോ ഇറക്കരുത്, മനസ്സിലായോ? No, not like that. Like I Sarasu? guess you are a German Kannapi, right? Sarasu? Your name is German Kannapi, right? Yes, my name is Kannapi. Vasonan told me about you. ആണാ? എന്ത് പറഞ്ഞേ? Like you since from within the beginning and you're a good guy, but like you are some like you have a hyper issue, but then too also from the heart side you are good. He told me about you. സരസു കണ്ണാപ്പി ഓ എന്തോ? ലോറെ നല്ല ഫ്രണ്ട് ആണല്ലേ? ഫ്രണ്ടാ. ഓ പറയടാ. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ആരാ തുമ്പിടുവാണോടാ? പോകുന്നില്ല. വെളിച്ചത്തിലെ അപ്പൊ കാണാമേ. ബൈ. ഓക്കെ. ഡേസി ഇതാരാ കൂടാരാ?
ഞാൻ ലോലൻ. ലോലാണോ? ഓക്കെ ഓക്കെ. ദേശം വെളിച്ചത്തിലെ ഉച്ചിരി എവിടെയാണ് എല്ലാരും? ഓഫ്ലൈൻ ഇപ്പൊ കേറാറുണ്ടോ? ഓഫ്ലൈൻ കേറാറില്ല. എന്താ ചെയ്യാ? സിറ്റി സേഫ് സോൺ മാറിയോ? It's 10 മണിയായില്ലേ? അല്ല കുഴപ്പമില്ല. അപ്പൊ ഞാൻ പോവാണ്. സരക്കണ്ണ ഇപ്പൊ വരും. എനിക്ക് പോയി ഒന്ന് റെഡി ആവണം. സരക്കണ്ണൻ ഇപ്പൊ വരും. അപ്പൊ ഞാൻ എറണാകുളത്തോട്ട് പോയി. ഞാൻ നാളെ വീടെത്തുള്ളൂ. നാളെ രാത്രി വീടെത്തുള്ളൂ. എന്താ ബ്രോ കണ്ണിലെന്താ ബ്രോലോ? എന്താണ് ബ്രോ? കണ്ണൂടെ കണ്ണ് കാണാം ബ്രോ. കണ്ണ് കാണാം. ബ്രോയുടെ കണ്ണിൽ എന്താണ്? ലൈസൻസ് കിട്ടിയിട്ടില്ലേ ബ്രോ? ഇങ്ങോട്ട് വന്നിട്ട് ഇടിച്ചല്ലേ? എന്റെ കണ്ണില് കണ്ണാടി. കണ്ണാണ്ടൂടെ? എന്താ ബ്രോ? കണ്ണ് കാണില്ലേ? എന്റെ കണ്ണാടി കണ്ണാടി. ബ്രോ നമ്മളിപ്പോ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാ ബ്രോ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് സിറ്റുവേഷൻ എടുക്കാൻ വരുമ്പോഴും ഹോസ്റ്റേക്ക് എടുക്കാൻ വരുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും. എന്തോന്നറിയോ ബ്രോ? ഇതിന്റെ അപ്പുറം വെക്കടാ ഇതിന്റെ മോളി. അല്ല വിറ്റേ SKRP മനസ്സിലായ? മച്ചു SKRP കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും മനസ്സിലായ? SKRP കഴിഞ്ഞിട്ടുള്ളു. ട്രെൻഡിനൊപ്പം നമ്മ ട്രെൻഡിനൊപ്പമാണ്. മനസ്സിലായ? അല്ല പിന്നെ